ഭരണ നേതൃത്വത്തിലുള്ളവരെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്രത്യക്ഷമാകുന്നു. മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വി.ഡി. സതീശനെയും വിജയിയെയും നിർമ്മലാ സീതാരാമനെയും കുറിച്ചുള്ള പോസ്റ്റുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത്. പോസ്റ്റുകൾ ഇന്ത്യയിൽ അപ്രത്യക്ഷമാകുന്നത് IT നിയമം പാലിക്കുന്നില്ല എന്ന മെറ്റയുടെ കുറിപ്പോടുകൂടിയാണ്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നാസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, ഒപ്പം നിർമ്മലാ സീതാരാമൻ എന്നിവരുടെ പ്രധാനപ്പെട്ട 3 പേരുടെ പോസ്റ്റുകളാണ് മെറ്റ നീക്കം ചെയ്യുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് മെറ്റയുടെ ഈ നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒപ്പം ഈ വിഷയത്തെ മുഖ്യമന്ത്രി സതീശൻ്റെ ചില ഇടപെടലുകൾ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നൊരു ആരോപണം CPM കൂടി ഉയർത്തുന്നുണ്ടല്ലോ. എങ്ങനെ കാണണം? തീർച്ചയായും നമുക്കറിയാം, കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന പോസ്റ്റുകൾ മെറ്റ സ്വാഭാവികമായി നീക്കം ചെയ്യാറുണ്ട്. അത് സ്വാഭാവികമായും മെറ്റയുടെ ഒരു മാനദണ്ഡങ്ങളിൽ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങളിൽ വയലേഷൻ ഉണ്ടായാൽ ആ പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെടുമെന്നുള്ളത്. അങ്ങനെയുള്ള പോസ്റ്റുകൾ സ്വാഭാവികമായും റിമൂവ് ചെയ്യപ്പെടുന്നത് കാലങ്ങളായി നടന്നു വന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സംസ്ഥാന ഭരണമേധാവികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായും ന്യൂസ് ചാനലുകളുടെ വാർത്താ ലിങ്കുകൾക്കൊപ്പം പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്റുകളടക്കമാണ് ഈ വലിയ തോതിൽ നീക്കം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യം എടുത്താൽ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകളാണ് നിരവധി മാധ്യമങ്ങളുടേത് ഇത്തരത്തിൽ പോസ്റ്ററുകൾ നീക്കം ചെയ്യപ്പെടുന്നത്. അതിനെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അത് ഇന്ത്യയുടെ IT ആക്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളുടെ ലംഘനമാണ്. അതിനാൽ തങ്ങളുടെ പോസ്റ്റുകൾ ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല, അത് ഇന്ത്യയിൽ ഈ പോസ്റ്റ് ലഭ്യമാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മെറ്റ ഇത്തരം പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്നത്. അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമല്ലാത്തത്. അതിൽ 2 കാര്യങ്ങൾ ഉണ്ടാകാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമവിദഗ്ധർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്ന്, അത് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക കാരണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകൾ, അത് വിമർശനവുമായി വരുന്ന പോസ്റ്റുകൾ, അത് റിമൂവ് ചെയ്യപ്പെടണം എന്നുള്ള നിർദ്ദേശം കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ നീക്കം ചെയ്യപ്പെടുന്നതാകാം എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ മെറ്റ ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമോ പ്രതികൂലമോ ആയ പോസ്റ്റുകൾ ഒരുപോലെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ മെറ്റ ഏത് മാനദണ്ഡം വെച്ചാണ് ഇത്തരം പോസ്റ്റുകൾ ഇന്ത്യയിൽ ലഭ്യമല്ല എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുള്ളത്. നമുക്കറിയാം, ഈ ഡൽഹി സമരവുമായി ബന്ധപ്പെട്ടുള്ള കാലത്ത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ വ്യാപകമായി മെറ്റ റിമൂവ് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അത് മോദി സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളൊരു ആക്ഷേപം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ഇതിന് സമാനമായുള്ള ഒരു ആരോപണമാണ് സ്വാഭാവികമായും ഇപ്പോൾ സംസ്ഥാനത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അത് ഈ ഇത്തരത്തിൽ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോസ്റ്റുകൾ റിമൂവ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മെറ്റയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണമോ മറ്റൊരു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, നമുക്കറിയാം. പക്ഷേ ഈ പവൻ കല്യാണുമായി ബന്ധപ്പെട്ട ഉള്ള പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അത് 1 മാസം മുമ്പ് ഇത്തരത്തിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതുമായുള്ള പോസ്റ്റുകൾ, അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മെറ്റ റിമൂവ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഇടപെടലുകൾ ഈ ഒരു കാര്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ, അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഉള്ള മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും അത്തരത്തിലുള്ള പോസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഭരണകൂടത്തെ വിമർശിക്കുന്ന പോസ്റ്റുകൾ മാത്രമല്ല, ഭരണകൂടത്തിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ, അതിൽ ഉപയോഗിക്കപ്പെടുന്ന ചിത്രങ്ങൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങളായിരിക്കാം. അത്തരം പോസ്റ്റുകളും റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എടുത്തു കാണാവുന്നതാണ്. എന്തായാലും അത് ഇന്ത്യയിലെ IT നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മെറ്റ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ നടന്ന ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചതുപോലെയോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെയോ ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർത്ത് പറയാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വ്യക്തത ഇതുമായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല.